വീണ്ടും താരിഫ് ആയുധമാക്കി സാമ്പത്തിക യുദ്ധത്തിന് തയ്യാറാവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോഴിത് ഇറാനുമേലാണ്. ജനകീയ പ്രക്ഷോഭം നടക്കുന്ന ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇതോടെ വ്യാപാര രംഗത്തും ഇറാനെതിരെ കടുത്ത സമ്മർദ്ദമാണ് ട്രംപ് ഉയർത്തുന്നത്. നേരത്തെ ഇറാനിൽ സൈനിക ഇടപെടൽ നടത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനുമെതിരെ ഇറാനിൽ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറിയ സാഹചര്യത്തിലാണ് തീരുവ വർദ്ധിച്ച ഇറാനെ US സമ്മർദ്ദത്തിലാക്കിയത്. ട്രേഡിംഗ് എക്കണോമിക്സ് എന്ന സാമ്പത്തിക ഡേറ്റാബേസിന്റെ കണക്കനുസരിച്ച് ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളികൾ ചൈന, തുർക്കി, UAE, ഇറാഖ് എന്നീ രാജ്യങ്ങളാണ്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന ഏതൊരു രാജ്യവും USമായി നടത്തുന്ന ഏതൊരു ബിസിനസിനും 25% അധിക തീരുവ നൽകേണ്ടി വരും. ഈ ഉത്തരവ് അന്തിമമാണ്, ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അതേസമയം ഇറാനെതിരെ വ്യോമാക്രമണത്തിന് US തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് തിങ്കളാഴ്ച ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് വഴി ഇറാനുമായ ഒരു നയതന്ത്ര നീക്കത്തിനും US സാധ്യത തുറന്നിട്ടിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങളെയും ട്രംപ് താരിഫ് കാട്ടി ഭീഷണിപ്പെടുത്തിയത് വാർത്തയായിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% വരെ നികുതി ചുമത്തുന്ന ബില്ലിന് ട്രംപ് പിന്തുണ നൽകിയതായാണ് റിപ്പോർട്ട്. അതേസമയം പ്രതിഷേധക്കാരോടുള്ള ഇറാന്റെ പെരുമാറ്റത്തിൽ അമേരിക്ക മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തിയിരുന്നു. ആക്രമണം തുടർന്നാൽ സൈനിക നടപടി ഉണ്ടാകുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. കാര്യങ്ങൾ തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സാധ്യമായ സൈനിക പ്രതികാര നടപടികൾ പരിഗണിക്കുന്നുണ്ടെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ മുതിർന്നാൽ മുൻപ് ഒരിക്കലും ആക്രമിക്കപ്പെട്ടിട്ടില്ലാത്ത തരത്തിൽ ഞങ്ങൾ അവരെ ആക്രമിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും അശാന്തി സൃഷ്ടിച്ചുകൊണ്ട് ഇറാനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ആരോപിച്ചു. പൊതുജനങ്ങളുടെ പരാതികൾ സർക്കാർ കേൾക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കലാപകാരികളിൽ നിന്ന് ഇറാൻ ജനത അകന്നു നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ US ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നതായ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ടെഹ്റാനിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി കൂടിക്കാഴ്ച നടത്തി. ആക്രമിക്കുമെന്ന തന്റെ ഭീഷണിയെ തുടർന്ന് ഇറാൻ ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നുവെന്നാണ് US പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെടുന്നത്. ചർച്ചയ്ക്കുള്ള ഒരുക്കം വൈറ്റ് ഹൌസ് ആരംഭിച്ചെന്നും പറയുന്നു. എന്നാൽ ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാന്റെ ആണവ പദ്ധതിക്കും ബലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കും കടുത്ത നിയന്ത്രണങ്ങളാണ് US മുന്നോട്ട് വെക്കുന്നത്. ഇതിന് ഇറാൻ വഴങ്ങാൻ സാധ്യതയില്ലാത്തതിനാൽ ഒത്തുതീർപ്പ് എങ്ങനെ സാധ്യമാകുമെന്ന് വ്യക്തമല്ല. യുദ്ധത്തിന് സജ്ജമാണെങ്കിലും ചർച്ചയ്ക്ക് എതിരല്ലെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞത്. അതിനിടെ ഇറാനിലെ 31 പ്രവിശ്യകളിലേക്കും പടർന്ന ജനകീയ പ്രക്ഷോഭത്തിന് ബദലായി സർക്കാർ അനുകൂല പ്രകടനങ്ങളും ഇന്നലെ വിവിധ നഗരങ്ങളിൽ നടന്നിരുന്നു. ആയിരങ്ങൾ പങ്കെടുത്ത റാലികളിൽ അമേരിക്ക തുലയട്ടെ എന്ന മുദ്രാവാക്യവും ഉയർന്നിരുന്നു. അതേസമയം പ്രക്ഷോഭകരുടെ ആശയവിനിമയ മാർഗങ്ങൾ തകർക്കാൻ ഉപഗ്രഹ സിഗ്നലുകളെ പോലും തടസ്സപ്പെടുത്താൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. യുദ്ധകാലത്ത് എതിരാളികളുടെ വ്യോമ മേഖലയിൽ ഉപഗ്രഹ സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയാണ് ഇറാൻ പ്രക്ഷോഭകരെ ലോകത്തിന്റെ മറ്റിടങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിൽ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം ഇത്തരത്തിൽ തടസ്സപ്പെട്ടുവെന്ന വിവരവുമുണ്ട്. ഇന്റർനെറ്റ് വിലക്കിനെ തുടർന്ന് രാജ്യത്തെ ആശയവിനിമയ സൗകര്യങ്ങൾ പരിമിതപ്പെട്ടിരിക്കുന്നതിനിടെയാണ് ഉപഗ്രഹങ്ങളെയും ലക്ഷ്യമിട്ട് നീക്കം തുടങ്ങിയത്. ഇതുകൂടാതെ സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നവർക്കെതിരെ ഇറാൻ കർശനമായ നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നത് 6 മാസം മുതൽ 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ഇത് ചാരപ്രവർത്തനമാക്കി കണക്കാക്കിയ വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. പ്രക്ഷോഭകർക്ക് വധശിക്ഷ നൽകാനാണ് ഭരണകൂടം നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.